ജമ്മു കാശ്മീരിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ 60 മരണം. മരിച്ചവരിൽ 2 CISF ജവാന്മാരും ഉൾപ്പെട്ടു. 167 പേർക്ക് പരിക്കേറ്റു. സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും. ജമ്മു കാശ്മീരിന് എല്ലാ സഹായവും നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നു. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ സേനാ വിഭാഗങ്ങൾക്ക് നിർദ്ദേശം നൽകി. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് അജീഷ്, 200-ലധികം ആളുകളെ കാണാതായി എന്നൊക്കെയാണ് ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ട്. നമ്മൾ കരുതിയതിനൊക്കെ അപ്പുറത്തേക്ക് വലിയ ദുരന്തമാണ് ആ മേഖലയിൽ സംഭവിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ ഇപ്പോഴും എന്താണ് യഥാർത്ഥത്തിൽ ആ മേഖലയിൽ ഉണ്ടായ ദുരന്തത്തിന്റെ ആഴവും പരപ്പും എന്നത് പുറം ലോകം അറിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്, അല്ലേ? അങ്ങനെ തന്നെയാണ് വിജയകുമാർ. ഈ മജയിൽ മാതാദേവി ടെമ്പിൾ, ഇത് ഈ ബേസ് ക്യാമ്പിൽ നിന്ന് ഏതാണ്ട് 25 കിലോമീറ്റർ ട്രക്ക് ചെയ്താണ് ഈ ക്ഷേത്രത്തിൽ തീർത്ഥാടനം നടത്തുന്നത്. ഈ ബേസ് ക്യാമ്പിൽ നിന്ന് ഒരു കൂട്ടം തീർത്ഥാടകർ തന്നെ യാത്ര നടത്തുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ തീർത്ഥാടനം നടന്നു വരികയായിരുന്നു. അതിനിടയിലാണ് ഈ ചുസിദി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഈ ആളുകൾക്ക് അവിടെ തങ്ങി അവിടെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരുന്നു. അവിടെ ഒരു സമൂഹ അടുക്കള തന്നെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ ഭാഗത്ത് എത്തിയപ്പോഴാണ് ഈ മിന്നൽ പ്രളയം മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഉണ്ടായത്. ആ ഭാഗത്ത് ഇപ്പോൾ അവിടുത്തെ BJP-യുടെ നേതാവും അവിടുത്തെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള സുനിൽ ശർമ്മ പറയുന്നതനുസരിച്ചിട്ട് ഈ തീർത്ഥാടനത്തിനായി ഏതാണ്ട് 1000 മുതൽ 1200 ആളുകൾ വരെ ഈ മേഖലയിൽ എത്തിയിട്ടുണ്ട് എന്നാണ്. നിലവിൽ ഏതാണ്ട് 60 പേരായി മരണസംഖ്യ ഉയർന്നിട്ടുണ്ട്. തുടക്കത്തിൽ ചെറുതായിരുന്നു എന്നാണ് മനസ്സിലാക്കിയത്. പക്ഷേ മരണസംഖ്യ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. കാണാതായ ആളുകളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. സൈന്യവും നാട്ടുകാരും അതുപോലെ തന്നെ ദ്രുത കർമ്മസേനയും ചേർന്നാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. എത്രയും പെട്ടെന്ന് ഈ പരിക്കേറ്റവരെ ആശുപത്രികളിൽ എത്തിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നായിരുന്നു നിർദ്ദേശം. മാത്രമല്ല അവിടെ ഇപ്പോഴും കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുകയാണ്. ശക്തമായ മഴ തുടരുന്നു. അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്റർ മാർഗം ഇവരെ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. നാളെ സ്വാതന്ത്ര്യദിനത്തിൽ അവിടെ നടത്തേണ്ട പരിപാടികളൊക്കെ ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ അവിടുത്തെ ജമ്മു കശ്മീരിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് നാളെ അങ്ങോട്ടേക്ക് തിരിക്കുമെന്ന്, കാലാവസ്ഥ അനുകൂലമായാൽ നാളെ അങ്ങോട്ടേക്ക് തിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നിലവിലിപ്പോൾ ജമ്മു കശ്മീർ ഉപമുഖ്യമന്ത്രി സുരേന്ദ്ര ചൗധരി അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. രക്ഷാ ദൗത്യം അവിടെ അതിവേഗം തന്നെ തുടരുകയാണ്. പ്രതിപക്ഷ നേതാക്കളും രാഷ്ട്രീയ നേതൃത്വവും അടക്കം ഈ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്നുള്ളൊരു അഭീതിതമായ അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ അവിടുത്തെ BJP നേതാവ് പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ ഏതാണ്ട് 1000 മുതൽ 1200 ആളുകൾ വരെ ഈ തീർത്ഥാടനത്തിനായി അവിടെ എത്തിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം. ഈ രാത്രിയിൽ രക്ഷാദൗത്യം അത് ദുഷ്കരമാണ്. കാരണം വളരെയേറെ അറ്റത്തുള്ള സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഏതാണ്ട് 25 കിലോമീറ്റർ കയറ്റവും കുന്നും മലയും ഒക്കെ കടന്നു വേണം ഈ സ്ഥലത്തേക്ക് എത്താൻ. അതുകൊണ്ട് തന്നെ ഈ രക്ഷാദൗത്യത്തിന് ഏറെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. നിലവിൽ 60 പേരാണ് മരിച്ചിട്ടുള്ളത്. അതിൽ 2 CISF ജവാന്മാരുമുണ്ട്. കേരളത്തിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് നിലവിൽ വിവരമൊന്നും പുറത്തു വന്നിട്ടില്ല. അതും പരിശോധിച്ച് വരികയാണ്. ഡൽഹിയിലെ നോർക്കയുടെ അധികാരികൾ അവിടെ പരിശോധിച്ച് അക്കാര്യങ്ങൾ വിവരങ്ങളൊക്കെ ശേഖരിക്കുകയാണ്. നിലവിലൊരു ടോൾ ഫ്രീ നമ്പർ, ഒരു ഹോട്ട്ലൈൻ നമ്പറും ആരംഭിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നുള്ളവർ വർഷത്തിൽ പങ്കെടുക്കാനെത്തുന്ന ഒരു തീർത്ഥാടന യാത്ര കൂടിയാണിത്. എന്തായാലും ഈ രാത്രിയിലും ഈ രക്ഷാദൗത്യം തുടരുകയാണ്. മണ്ണിനടിയിൽ ഒരുപാട് പേർ കിടപ്പുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് രാത്രിയും പുലർച്ചെയും ഒക്കെയായി ഈ രക്ഷാദൗത്യം തുടരാനാണ് തീരുമാനം. ഏതാണ്ട് 200-ലധികം ആളുകളെ കാണാനില്ല എന്നൊക്കെ പ്രാഥമികമായ ചില റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. അതിനൊക്കെ അപ്പുറത്തേക്കാണ് അവിടെ ഉണ്ടായ ദുരന്തത്തിൻ്റെ ആഘാതമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 60 മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ അവിടേക്ക് എത്തിയിരുന്നു. അവിടെ ഒരു ബേസ് ക്യാമ്പും ഒരു കമ്മ്യൂണിറ്റി കിച്ചണും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ മേഖലയിലേക്കാണ് ഈ പ്രളയജലം കുത്തിയൊഴുകിയെത്തിയത്. അതുകൊണ്ട് അതിൽ എത്ര ആളുകൾ പെട്ടിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളൊന്നുമില്ല. അവിടുത്തെ അപകടത്തിൻ്റെ ഒരു പൂർണ്ണ ചിത്രം പുറം ലോകത്തേക്ക് വന്നിട്ടുമില്ല. രക്ഷാപ്രവർത്തകരൊക്കെ അവിടേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്.